കാട്ടാനകളെ തടയാനായി ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിംഗ് നിർമ്മിച്ചതോടെ വർഷങ്ങളായി തരിശിട്ട പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കി വയനാട് ചാലിഗദ്ദയിലെ കർഷകർ. വേലിയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഇവിടെ ആന ഇറങ്ങിയിട്ടേയില്ല. മന്ത്രി OR കേളു മുൻകൈയെടുത്താണ് 4.5 കിലോമീറ്റർ നീളത്തിൽ ഫെൻസിംഗ് നിർമ്മിച്ചത്. കാട്ടാനകളെ പ്രതിരോധിക്കാൻ കൃത്യമായ മാർഗങ്ങളില്ലാത്തതും പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നതൊക്കെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ കൂടൽക്കടവ് മേഖല. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ മാനന്തവാടി നഗരസഭയിലും തിരുനെല്ലി പഞ്ചായത്തിലുമായി കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ കുറുവദ്വീപിൽ നിന്ന് കബനി നദി കടന്നെത്തുന്ന കാട്ടാനകൾ കാരണം കൃഷി തന്നെ 5-6 വർഷമായി നെൽകൃഷിയൊക്കെ ഉപേക്ഷിച്ച സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3,60,00,000 രൂപ ചെലവഴിച്ചാണ് 4.5 കിലോമീറ്റർ ദൂരത്തിൽ ഈ സമയം 1 മാസം മുമ്പ് ഈ പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായതേ ഉള്ളൂ. അപ്പോഴേക്കും കർഷകർ കൃഷിയൊക്കെ തുടങ്ങി. കാട്ടാനകൾ ഇങ്ങോട്ട് കടക്കാതായിട്ടുണ്ട്. ഈ പ്രദേശത്തെ കർഷകനായ ബെന്നിച്ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിരന്തരം ആനയായിരുന്നു. വയലിൽ കൂടി തന്നെ നെല്ലായി കഴിഞ്ഞാൽ വയലിൽ കൂടി തന്നെ ആനകൾ വന്നു പോയിക്കൊണ്ടിരുന്നു, നെല്ല് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം ഇപ്പോൾ എല്ലാവരും കൃഷി ഇറക്കി. ഇപ്പോൾ ഏകദേശം ഒരു 100 ഏക്കർ സ്ഥലത്തിന് പ്രയോജനം കിട്ടുമോ ഇതിൻ്റെ ഒരു അല്ലേ? കുറേ 150 ഏക്കറോളം ഉണ്ട്. കുറച്ച് അങ്ങോട്ട് വയൽ കൂടൽക്കടവിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് മുതൽ 150-200 ഏക്കറോളം വയലുണ്ട്. ഇപ്പം എന്തായാലും പൂർണ്ണമായിട്ട് വിജയമാണ്, ആന വരുന്നില്ല. ഇപ്പം വിജയമാണ്, ആന കടക്കുന്നില്ല. തുടക്കത്തിൽ കുറച്ച് പാളിച്ചകളുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ റോപ്പ് മടക്കി ക്ലാമ്പ് അടിച്ചിരുന്നിടത്ത് ആന വലിച്ചു ഊരി 2 പ്രാവശ്യം. അതൊക്കെ പരിഹരിച്ചു. കുറേ കാലത്തിന് ശേഷം സമാധാനമായിട്ട് കൃഷി ഇറക്കുന്നുണ്ടല്ലേ ഈ മേഖലയിൽ? തീർച്ചയായിട്ടും. ഏറെ കാലമായിട്ട് എനിക്ക് തോന്നുന്ന 2018 ശേഷം ഏകദേശം 3-4 വർഷത്തോളം നെൽകൃഷി ചെയ്യാതിരുന്ന മേഖലയായിരുന്നു ഈ ചാലിഗദ്ദ പാടശേഖരം എന്ന് പറയുന്നത്. ഈ ആനവേലി നിർമ്മാണത്തിന് ശേഷം ഈ വർഷം എല്ലാവരും അതിൽ കൃഷി ഇറക്കി നെൽ കർഷകരെല്ലാം വളരെ പച്ചപ്പോട് കൂടിയിട്ട് നെല്ല് പാടശേഖരത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്തായാലും ഈ പൂർത്തിയായിടത്തോളം അപാകതകളൊന്നുമില്ല, ആന തീരെ വരുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും ആന തീരെ വരുന്നില്ല. ഇടയ്ക്ക് ഒരു ചെറിയ അപാകത വന്നിരുന്നു, അത് അപ്പം തന്നെ പരിഹരിക്കുകയും അതിനുശേഷം ഇപ്പം മാസങ്ങളായിട്ട് ആനശല്യം തീരെയില്ല. ഈ അജീഷിൻ്റെ വിഷയമൊക്കെ ഉണ്ടായതും ഈ മേഖലയിൽ തന്നെയാണല്ലോ, അത് വേറെ ഭാഗത്തുനിന്ന് വന്ന ആനയാണെങ്കിലും? അതെ, അജീഷിൻ്റെ വിഷയം ഉണ്ടായതും ഈ മേഖലയിൽ തന്നെയാണ്. പക്ഷേ അത് വന്നത് ഈ ഭാഗത്ത് സ്ഥിരം കയറിക്കൊണ്ടിരിക്കുന്ന ആനയായിരുന്നില്ല. എന്നാലും ഇപ്പോൾ ഒരു സുരക്ഷിതത്വമായി ആൾക്കാർ. വളരെ സുരക്ഷിതത്വം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൃത്യമായി പണിത പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കാട്ടാനകളെ തടയാനാകും എന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. കാരണം 8 വർഷമൊക്കെ തരിച്ചിട്ടിരിക്കുന്ന വയലിലേക്ക് ഇത്തവണ കർഷകർ നെൽകൃഷി ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ വനം മന്ത്രി നേരിട്ട് വന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മേഖലയിലെ കർഷകരുടെ നിരന്തരമായ ഒരു ആവശ്യമാണ് ഈ പദ്ധതിയിലൂടെ സബലീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിരോധ സംവിധാനം കൃത്യമായ മെയിൻ്റനൻസോടുകൂടി നിലനിർത്തിയാൽ ഭാവിയിൽ കുറേ നാളത്തേക്ക് എന്തായാലും ഇത് ആനകളെ ഇങ്ങോട്ട് വരുന്നതിൽ നിന്ന് തടയാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.